കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പാർട്ടി തലത്തിലും UDFിലും നടക്കുന്നത് ഒരു പുത്തൻ അനുഭവമായി മാറുകയാണ്. കാരണം ഇത്രയധികം പ്രൊഫഷണൽ സമീപനത്തോടുകൂടി, ഇത്രയധികം കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഇതിനു മുന്നേ ഒരുങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത്രമാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. ഒരു പതിറ്റാണ്ടിന് ശേഷം കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ വരുവാൻ UDFിനും കോൺഗ്രസിനും സാധിച്ചില്ല എങ്കിൽ കേരളം എന്ന കരുത്തുറ്റ കോട്ട കൂടി എന്നേക്കുമായി നഷ്ടമാകുമെന്ന തിരിച്ചറിവാണ് നേതൃത്വത്തെ ഇത്രയും കാര്യക്ഷമമായി തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളിലേക്ക് കടക്കുവാൻ പ്രേരിപ്പിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അത് 3 തലത്തിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ ആദ്യത്തെ തലമെന്ന് പറയുന്നത് ഹൈക്കമാൻഡിൻ്റെ ഇടപെടലുകളാണ്. ഹൈക്കമാൻഡിൻ്റെ പ്രതിനിധികളായി പ്രധാനമായും 3 പേരാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും UDF മുന്നണിയിലും ഇടപെടലുകൾ നടത്തുന്നത്. അതിൽ ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള ആലപ്പുഴയിൽ നിന്നുള്ള MP ആയിട്ടുള്ള AICCയുടെ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് AICCയുടെ കേരളം എന്ന സംസ്ഥാനത്തിൻ്റെ ചുമതല നിർവഹിക്കുന്ന AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണെങ്കിൽ മൂന്നാമത്തെ വ്യക്തിത്വം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞനായ സുനിൽ കനകേലുവാണ്. ഇനി രണ്ടാമത്തെ തലമെന്ന് പറയുന്നത് KPCCയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, അദ്ദേഹത്തിന് കീഴിലായി പ്രവർത്തിക്കുന്ന 3 KPCC വർക്കിംഗ് പ്രസിഡന്റുമാർ എന്നിവരാണ് കൃത്യമായ ഏകോപനവുമായി കേരളത്തിൽ കോൺഗ്രസ് പാർട്ടിയെ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങളിലേക്ക് നയിക്കുന്നത്. 3 KPCC വർക്കിംഗ് പ്രസിഡന്റുമാർക്കായി കേരളം എന്ന സംസ്ഥാനത്തെ 14 ജില്ലകളെ 3 മേഖലകളായി തിരിച്ചുകൊണ്ട് ചുമതലകൾ ഏൽപ്പിച്ചാണ് ഈ കൃത്യനിർവഹണം KPCC നടപ്പാക്കുന്നത്. ഷാഫി പറമ്പിൽ പ്രതിനിധീകരിക്കുന്നത് ഉത്തരമേഖലയാണെങ്കിൽ AP അനിൽകുമാർ പ്രതിനിധീകരിക്കുന്നത് മധ്യമേഖലയാണ്. PC വിഷ്ണുനാഥ് പ്രതിനിധീകരിക്കുന്നത് ദക്ഷിണമേഖലയാണ്. ഷാഫി പറമ്പിൽ പ്രതിനിധീകരിക്കുന്ന ഉത്തരമേഖലയിൽ 4 ജില്ലകളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് എന്നീ 4 ജില്ലകളാണ് ഉത്തരമേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. AP അനിൽകുമാർ എന്ന വർക്കിംഗ് പ്രസിഡന്റ് പ്രതിനിധീകരിക്കുന്ന മധ്യമേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് 5 ജില്ലകളാണ്. മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി എന്നീ 5 ജില്ലകളാണ് AP അനിൽകുമാർ നിയന്ത്രിക്കുന്നത്. ഇനി ദക്ഷിണമേഖലയിലേക്ക് എത്തുകയാണെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം എന്നീ 5 ജില്ലകളാണ് PC വിഷ്ണുനാഥിൻ്റെ ചുമതലയുടെ കീഴിൽ KPCCയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നത്. ഇനി UDFിലേക്ക് വരുമ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഘടകകക്ഷികളുമായി ചേർന്നിട്ടാണ് ടീം UDF എന്ന നിലയിൽ കേരളത്തിലെ 14 ജില്ലകളിലും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. പാർട്ടിയുടെ പരമ്പരാഗത സ്ഥാനമാനങ്ങൾക്കപ്പുറം UDF കൺവീനർമാരെയും UDF ചെയർമാൻമാരെയും ജില്ലാ തലത്തിൽ ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ഘടകകക്ഷികളുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയാണ് VD സതീശൻ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സാധാരണഗതിയിൽ സ്വീകരിക്കുന്ന മനോഭാവത്തോടു കൂടിയല്ല കോൺഗ്രസിൻ്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ നടത്തുന്നത്. അതിനാൽ തന്നെ കൃത്യമായ സർവേയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സാധ്യതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ പരമാവധി മണ്ഡലങ്ങളിലേക്ക് നിയോഗിക്കുവാനാണ് നേതൃത്വം ആഗ്രഹിക്കുന്നത്. 50% സീറ്റുകളിൽ യുവാക്കൾക്കും പുതുമുഖങ്ങൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകുമെന്നും കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിജയസാധ്യത മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് പാർട്ടി പറയുമ്പോൾ ഇതിനുവേണ്ടി സുനിൽ കനകേലു ഉൾപ്പെടെയുള്ളവരുടെ കീഴിൽ കൃത്യമായ സർവേകളും അഭിപ്രായ രൂപീകരണവും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും കോൺഗ്രസ് നടത്തുന്നുണ്ട്. കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകൾക്കപ്പുറം ഘടകകക്ഷി പാർട്ടികളുടെ പ്രതിനിധികൾ മത്സരിക്കുന്ന സീറ്റുകളിലേക്ക് വരെ ഇത്തരം സർവേകൾ നടത്തിക്കൊണ്ട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഇൻപുട്ടുകൾ UDFിലെ ഓരോ ഘടകകക്ഷിക്കും നൽകുവാനുള്ള ശ്രമമാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസ് കൃത്യമായ ഒരു ടാർഗറ്റ് നിശ്ചയിച്ചിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് മുന്നേറുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിലെ ഓരോ ജില്ലകളിലും ഏറ്റവും കുറഞ്ഞത് എത്ര സീറ്റുകളിൽ ഉറപ്പായും വിജയിക്കാം എന്നൊരു കണക്കെടുപ്പ് കോൺഗ്രസ് പാർട്ടി ഇതിനോടകം തന്നെ നടത്തിയിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് കണക്കും 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകളും ആ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക സാഹചര്യങ്ങളും കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഓരോ ജില്ലകളിലും ഏറ്റവും കുറഞ്ഞത് എത്ര സീറ്റുകൾ വിജയിക്കാമെന്ന കണക്കെടുപ്പിലേക്ക് കോൺഗ്രസ് പാർട്ടി എത്തിച്ചേർന്നിരിക്കുന്നത്.
ഇതനുസരിച്ച് കേരളത്തിലെ 14 ജില്ലകളിൽ ഓരോ ജില്ലകളിലും ഏറ്റവും ചുരുങ്ങിയത് എത്ര സീറ്റുകളിൽ വിജയിക്കുമെന്ന കൃത്യമായ കണക്ക് ദിശ 2026 എന്ന പേരിൽ നടക്കുന്ന വയനാട്ടിലെ നേതൃത്വ ക്യാമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇനി ജില്ല തിരിച്ച് എത്ര സീറ്റുകളിൽ കോൺഗ്രസ് ഓരോ ജില്ലകളിലും വിജയിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി നാം പരിശോധിക്കുന്നത് ഷാഫി പറമ്പിൽ പ്രതിനിധീകരിക്കുന്ന കേരളത്തിലെ 4 ജില്ലകൾ ഉൾപ്പെടുന്ന ഉത്തരമേഖലയാണ്. ഇതിൽ ഉൾപ്പെടുന്ന ജില്ലകൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് എന്നീ 4 ജില്ലകളാണ് ഉത്തരമേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ കാസർഗോഡ് ജില്ലയിൽ ആകെയുള്ളത് 5 നിയമസഭാ സീറ്റുകളാണ്. ഈ 5 നിയമസഭാ സീറ്റുകളിൽ ഉറപ്പായും 3 സീറ്റുകളിൽ വിജയിക്കുമെന്ന വിലയിരുത്തലാണ് ഈ ഘട്ടത്തിൽ പാർട്ടി രൂപീകരിച്ചെടുത്തിട്ടുള്ളത്. രണ്ടാമതായി പാർട്ടി കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകളും പുറത്തുവിട്ടിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് 11 നിയമസഭാ സീറ്റുകളാണ്. കണ്ണൂർ ജില്ലയിലെ ആകെയുള്ള 11 നിയമസഭാ സീറ്റുകളിൽ UDF ഉറപ്പായും 4 സീറ്റുകൾ വിജയിക്കാമെന്ന കണക്കിലേക്കാണ് നേതൃത്വം ഈ ഘട്ടത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം കോൺഗ്രസ് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരുന്നു. ഇതിൻ്റെ ആനുകൂല്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ ആകെയുള്ള 13 സീറ്റുകളിൽ 8 വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്ന വിലയിരുത്തലാണ് പാർട്ടി നേതൃത്വം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അവസാനമായി 3 സീറ്റുകളുള്ള വയനാട്ടിലേക്ക് എത്തിയാൽ 3-ൽ 3 സീറ്റുകളും നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആകെ ഈ 4 ജില്ലകളിൽ നിന്നായി 32 നിയമസഭാ സീറ്റുകളിലുള്ളതിൽ 18 നിയമസഭാ സീറ്റുകളിലും വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ വിലയിരുത്തുന്നത്. അടുത്തതായി നാം പരിഗണിക്കുന്നത് മധ്യമേഖലയിലെ 5 ജില്ലകളാണ്. മധ്യമേഖലയെ നിയന്ത്രിക്കുന്നത് AP അനിൽകുമാർ എന്ന KPCC വർക്കിംഗ് പ്രസിഡന്റാണ്. മലപ്പുറം ജില്ലയിലെ വണ്ടൂർ നിയോജക മണ്ഡലത്തിൽ നിന്നുള്ള MLA കൂടിയായ അദ്ദേഹം 2011-16 കാലഘട്ടത്തിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഒരു മന്ത്രിയുമായിരുന്നു. ഇനി മലപ്പുറം ജില്ലയാണ് മധ്യ കേരളത്തിലെ ആദ്യ ജില്ലയായി ഇപ്പോൾ കണക്കുകൾ പുറത്തുവിടാനായി പരാമർശിക്കുന്നത്. മലപ്പുറം ജില്ലയിലെ 16 സീറ്റുകളിൽ 16 സീറ്റുകളിലും വിജയിക്കാമെന്ന ആത്മവിശ്വാസമാണ് UDF കോൺഗ്രസിൻ്റെയും നേതൃനിരയ്ക്ക് ഇപ്പോഴുള്ളത്. മലപ്പുറം മേഖല നമുക്കറിയാവുന്നതുപോലെ മുസ്ലിം ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. കോൺഗ്രസും ലീഗും മത്സരിക്കുന്ന എല്ലാ സീറ്റുകളിലും, അതായത് അവർക്ക് പരമ്പരാഗതമായി നഷ്ടപ്പെടുന്ന പൊന്നാനി ഉൾപ്പെടെ കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളിൽ വിജയിച്ച് കയറാമെന്നുള്ള ആത്മവിശ്വാസമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെയും വോട്ട് കണക്കുകളും സാമുദായിക സാംസ്കാരിക സാഹചര്യങ്ങളും വിലയിരുത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. ഇനി രണ്ടാമതായി നാം പരിഗണിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയിൽ ആകെയുള്ളത് 12 സീറ്റുകളാണ്. പാലക്കാട് ജില്ലയിലെ 12 സീറ്റുകളിൽ 5 സീറ്റുകളിലും വിജയം കൊയ്യാമെന്ന ആത്മവിശ്വാസമാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നിരിക്കുന്നത്. മൂന്നാമതായി നാം പരിഗണിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജില്ലയിൽ ആകെയുള്ളത് 13 സീറ്റുകളാണ്. തൃശ്ശൂർ ജില്ലയിലെയും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് കണക്കുകൾ കൂടി പരിശോധിച്ചുകൊണ്ട് അവിടെയുള്ള ന്യൂനപക്ഷ വോട്ട് ഏകീകരണത്തിൻ്റെ സാധ്യതകൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ ആകെയുള്ള 13 സീറ്റുകളിൽ 6 വിജയം കൊയ്യാമെന്ന കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി നാലാമത്തെ ജില്ല എന്ന് പറയുന്നത് കേരളത്തിൽ കോൺഗ്രസിന് ഏറ്റവും അധികം ശക്തിയുള്ള ജില്ലയായ എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 14 നിയമസഭാ സീറ്റുകളാണുള്ളത്. കൃത്യമായ സ്ഥാനാർത്ഥി നിർണയം കൂടി നടത്തുവാൻ കഴിഞ്ഞാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ കൂടി പരിശോധിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ 14 സീറ്റുകളിൽ 12 സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൂടി എറണാകുളം ജില്ലയിൽ നിന്നുള്ളൊരു ജനപ്രതിനിധിയാകുമ്പോൾ ഇത് കൃത്യമായ ഒരു കണക്കാണ് എന്ന അവകാശവാദവും എറണാകുളം ജില്ലയുടെ അവലോകന യോഗത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി മധ്യമേഖലയിലെ അവസാനത്തെ ജില്ല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയിൽ ആകെയുള്ളത് 5 സീറ്റുകളാണ്. ഇതിൽ 4 സീറ്റുകളും വിജയിച്ചു കയറാമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ഈ ഘട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. നിലവിൽ 2021 കണക്കനുസരിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇടുക്കി ജില്ലയിൽ ആകെയുള്ളത് ഒരു MLA ആണ്. അത് PJ ജോസഫ് പ്രതിനിധീകരിക്കുന്ന തൊടുപുഴ മണ്ഡലമാണ് UDF അക്കൗണ്ടിലുള്ളത്. ഇവിടെ നിന്ന് സാഹചര്യങ്ങൾ കീഴ്മേൽ മറിച്ചുകൊണ്ട് ആകെയുള്ള 5 സീറ്റുകളിൽ 4 സീറ്റുകളിൽ വിജയിക്കാം എന്ന ആത്മവിശ്വാസമാണ് നേതൃത്വം ഈ ഘട്ടത്തിൽ പുറത്തുവിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 5 ജില്ലകളിൽ നിന്നായി ആകെയുള്ള 60 നിയമസഭാ സീറ്റുകളിൽ 43 വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്നതാണ് കോൺഗ്രസിൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഈ കണക്കുകൾ UDF സീറ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളതാണെന്ന് പ്രത്യേകം ഓർക്കേണ്ടതാണ്. അവസാന ഘട്ടത്തിൽ പരിഗണിക്കുന്നത് ദക്ഷിണ മേഖലയിലെ 5 ജില്ലകളാണ്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ആകെയുള്ളത് 14 സീറ്റുകളാണ്. ഈ 14 സീറ്റുകളിൽ 4 സീറ്റുകളിൽ ഉറപ്പായും വിജയിക്കുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിച്ചിട്ടുള്ളത്.
രണ്ടാമതായി കൊല്ലം ജില്ല പരിഗണിക്കുമ്പോൾ കൊല്ലം ജില്ലയിൽ ആകെയുള്ളത് 11 നിയമസഭാ സീറ്റുകളാണ്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചരിത്രത്തിലാദ്യമായി UDF കൊല്ലം കോർപ്പറേഷൻ്റെ ഭരണം പിടിച്ചത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ്. അതിനാൽ തന്നെ കൊല്ലം ജില്ലയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കുവാൻ കഴിയുമെന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കോൺഗ്രസ് UDF ക്യാമ്പുകളിൽ ഉയർന്നു നിൽപ്പുണ്ട്. RSPയുടെ ശക്തമായ ഒരു തിരിച്ചുവരും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലത്ത് കാണാൻ കഴിയുമെന്ന ആത്മവിശ്വാസവും UDF കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിൽ ആകെയുള്ള 11 സീറ്റുകളിൽ 6 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ കഴിയുമെന്ന കണക്കാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം അവതരിപ്പിച്ചിട്ടുള്ളത്. മൂന്നാമതായി CPMൻ്റെ ഉരുക്കുകോട്ടയായ ആലപ്പുഴ ജില്ലയാണ് ഇവിടെ കോൺഗ്രസ് നേതൃത്വം പരിഗണിച്ചിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ആകെയുള്ളത് 9 നിയമസഭാ സീറ്റുകളാണ്. ഇവിടെ കോൺഗ്രസിന് ഏറ്റവും അനുഗ്രഹമാകുമെന്ന് അവർ വിലയിരുത്തുന്ന ഘടകം എന്ന് പറയുന്നത് CPM അടിസ്ഥാന വോട്ട് ബാങ്കുകളിലേക്കുള്ള BJPയുടെ കടന്നുകയറ്റമാണ്. 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും വോട്ട് കണക്കുകൾ പരിശോധിച്ചാൽ ഇത് വ്യക്തമാകുന്നതുമാണ്. അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ കൂടെ ആനുകൂല്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ ആകെയുള്ള 9 സീറ്റുകളിൽ 4 വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഇനി പരിഗണിക്കുന്നത് പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 5 സീറ്റുകളിൽ 1 സീറ്റ് പോലും UDFന് വിജയിക്കുവാൻ കഴിയാതിരുന്ന ഒരു ജില്ലയാണ്. 2025 രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം വലിയ മുന്നേറ്റം ഇവിടെ ഉണ്ടാക്കുവാൻ കോൺഗ്രസിനും UDFനും സാധിച്ചിട്ടുണ്ട്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ശബരിമലയുടെ പ്രഭവ ജില്ല എന്ന ആനുകൂല്യം കൂടി ഇവിടെ UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ആകെയുള്ള 5 സീറ്റുകളിൽ 5 സീറ്റുകളും വിജയിക്കാമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. അവസാനമായി നാം പരിഗണിക്കുന്ന ജില്ല കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിൽ 9 സീറ്റുകളാണുള്ളത്. കോട്ടയം ജില്ലയിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ അഭാവത്തിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആകെയുള്ള 9 സീറ്റുകളിൽ 4 UDFന് വിജയിച്ച് കയറുവാൻ കഴിഞ്ഞത്. 2026 എത്തുമ്പോൾ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വലിയ വിജയത്തിൻ്റെ ആത്മവിശ്വാസവും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റത്തിൻ്റെ ആത്മവിശ്വാസവും UDFനിവിടെ കൈമുതലായിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുമ്പോൾ കോട്ടയം ജില്ലയിലെ 9 നിയമസഭാ സീറ്റുകളിൽ ഏറ്റവും ചുരുങ്ങിയത് 5 സീറ്റുകളിലെങ്കിലും വിജയമുറപ്പിക്കുവാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇപ്പോൾ UDF കോൺഗ്രസ് നേതൃത്വങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ദക്ഷിണ മേഖലയിലുള്ള ആകെ 48 നിയമസഭാ സീറ്റുകളിൽ പകുതി നിയമസഭാ സീറ്റുകളിൽ വിജയമുറപ്പാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നു. അതായത് 24 നിയമസഭാ സീറ്റുകളിൽ വിജയമുറപ്പാണെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ അവകാശവാദം. ഇത്തരത്തിൽ ഉത്തരമേഖലയിലെ 18 സീറ്റുകളും മധ്യമേഖലയിലെ 43 സീറ്റുകളും ദക്ഷിണ മേഖലയിലെ 24 സീറ്റുകളും ചേർത്ത് വെച്ച് ഏറ്റവും ചുരുങ്ങിയത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന് ആകെയുള്ള 140 സീറ്റുകളിൽ 85 വിജയം ഉറപ്പിക്കുവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലുമായിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. ഇത് ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസിനും UDFനും വിജയിക്കുവാൻ കഴിയുന്ന സീറ്റുകളുടെ എണ്ണമാണെന്നും അവർ ആവർത്തിക്കുന്നു. അതിനാൽ തന്നെ കൃത്യതയോടുകൂടി പ്രൊഫഷണലായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മുന്നേറുവാൻ കഴിഞ്ഞാൽ ഈ 85 ഉറപ്പുള്ള സീറ്റുകൾ എന്നതിൽ നിന്ന് 100-ലധികം സീറ്റുകളിലേക്ക് തങ്ങളുടെ വിജയം ഉറപ്പിച്ചുകൊണ്ട് കേരളത്തിൽ സമഗ്രമായ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വരുവാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം പ്രകടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്ന ഉറപ്പുള്ള നിയമസഭാ സീറ്റുകളുടെ എണ്ണം പ്രേക്ഷകർക്കായി വിശദീകരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.